ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് കറണ്ട് ഇല്ല കേട്ടോ. രാവിലെ കാപ്പൂടിയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ മോള് ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് ഒരുപാട് സമയമായിട്ടും കാണാഞ്ഞിട്ട് ഞാൻ റോഡിൽ വന്ന് നോക്കാൻ വന്നാണേ. അപ്പോൾ മോള് വന്ന് മോളകത്തേക്ക് കയറിപ്പോയി. അതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് വന്ന് നോക്കിയാണ്. അവിടെ ഈ KCB-ന്ന് ആൾക്കാരൊക്കെ പുറത്ത് വന്നിട്ട് ഈ കമ്പെല്ലാം ചാഞ്ഞ് കിടന്നത് വെട്ടിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കമ്പെല്ലാം വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് ഒരു 5:30 ആയപ്പോഴാണ് കറണ്ട് വന്നത്. പിന്നെ ഇന്ന് അതിൻ്റെ ബാക്കി പണിയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ മറ്റാണ് വന്നവർ ഓഫാക്കിയത് കാരണം നമുക്ക് പിന്നെ രാവിലെ ഏതായാലും ടാങ്കിൽ വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേതായാലും ഭാഗ്യമായി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടായേനായിരുന്നു. നമുക്ക് പൈപ്പ് വെള്ളം ഉണ്ട്, എന്നാലും അത് ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് വെള്ളം അടിച്ച് ടാങ്കിലിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും. കുളിക്കാനൊക്കെ വെള്ളമില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ കറണ്ട് വരുന്നവരെ നമ്മൾ ഇരിക്കണ്ടേ. അപ്പോൾ ഏതായാലും വെള്ളമൊക്കെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ അവിടെ ഉടനെ കറണ്ട് വരും തോന്നുന്നില്ല കേട്ടോ. ഒരുപാട് കമ്പെല്ലാം ചാഞ്ഞ് കമ്പിയുടെ മുകളിലൊക്കെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു 2-3 മണിയൊക്കെ ആകുമ്പോഴേ മിക്കവാറും വരുവോളെന്ന് തോന്നണം, അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ രാവിലെ കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പുട്ടും കടലയൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു മോള് ഡ്രൈവിങ്ങിനൊക്കെ പോയത്. അപ്പോൾ മോന് വർക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കറിക്ക് ഇന്നലെ വൈകുന്നേരം വെച്ച കറി കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയൊക്കെ എടുക്കണം. പിന്നെ ഇന്നിപ്പോൾ ദേ വഴുതനങ്ങ ഞാൻ അത് കറയുള്ളതാണെന്ന് തോന്നുന്നു. നാടൻ വഴുതനങ്ങ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം ഞാനത് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് പിന്നെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അഥവാ കഴിക്കുമെന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു വെറുതെ പ്രശ്നമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ദേ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകിയൊക്കെ എടുക്കുകയാണേ. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്ത് അപ്പോൾ അതൊന്ന് തോരൻ വെച്ചെടുക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാരറ്റ് തോരൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. മോനത് തോരൻ വയ്ക്കാതെയാണെങ്കിൽ ക്യാരറ്റൊക്കെ വെറുതെയൊക്കെ കഴിക്കാറുണ്ട്, പച്ചയ്ക്ക് കഴിക്കും. അപ്പോൾ ഞാനത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ അരിഞ്ഞെല്ലാം ഞാൻ ചട്ടിയിലാക്കിയിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് സവോളയും പച്ചമുളകും വേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം പൊടികളെല്ലാം ചേർത്തിട്ടാണ് കേട്ടോ പൊള്ളിക്കാൻ വയ്ക്കുന്നത്. അതിന് ശേഷം റെഡിയാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് എടുക്കാറാണ് പതിവ്. അപ്പോൾ ദേ ക്യാരറ്റെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഇത് തേങ്ങ ചിരണ്ടി ഇതിലേക്കിട്ട് തോരനാക്കുന്നതിനോട് ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ ഓരോ വീഡിയോസിലൊക്കെ കാണാറുണ്ട് തേങ്ങ ചിരണ്ടി ഇട്ടിട്ട് തോരനാക്കിയൊക്കെ എടുക്കുന്നത്. പക്ഷെ ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ട് ഇവിടെ ആർക്കും അതിനോട് വലിയ താല്പര്യമില്ല. എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ ചതച്ച് തേങ്ങയും ജീരകം, ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു 2 പച്ചമുളകൊക്കെ വെച്ച് നമ്മൾ ചതച്ചൊക്കെ എടുക്കുകയല്ലേ, അങ്ങനെ ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് തോരൻ വയ്ക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അടുപ്പത്തേക്ക് വെക്കണം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊള്ളിക്കാൻ വെച്ചിരുന്നതെല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ക്യാരറ്റ് തോരനും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇല്ലായിരുന്നു, ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ മൂപ്പിച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അതൊന്ന് വഴറ്റിയിട്ട് അടച്ചു വെച്ചു. അതിന് ശേഷം അപ്പോൾ കറണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് ഞാനൊരു പണി ചെയ്തത്, നമ്മുടെ ഇടിയനില്ലേ, ഇടിയനകത്ത് തേങ്ങയും പച്ചമുളക്, ജീരകം, ഉള്ളി എല്ലാം ഒന്ന് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഇടിച്ച് ചതച്ചെടുക്കുകയാണ്. അതാണ് ഇവിടെ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ, എനിക്കും അതാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ചതച്ചൊക്കെ എടുത്തിട്ടുണ്ടേ. അതിന് ശേഷം നമ്മൾ ക്യാരറ്റൊക്കെ ഇവിടെ വെന്തിരിക്കുകയാണേ. അപ്പോൾ ഈ ചതച്ചെടുത്ത കൂട്ട് അതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കറി അത് തോരൻ റെഡിയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ പിന്നെ വേറെ കറികളൊന്നും നോക്കിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം കറി വെച്ച് അതിൻ്റെ കുറച്ച് കറി ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്നിനി ചൂടാക്കിയൊക്കെ എടുത്താൽ മതി. അങ്ങനെ ഇന്നത്തെ ഊണിൻ്റെ
കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നേ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥയെന്ന് വെച്ചാൽ ഇന്ന് അധികം മഴ പെയ്തൊന്നുമില്ല കേട്ടോ. രാവിലെ തന്നെ വെയിലുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊന്ന് മൂടിയൊക്കെ വന്നു. മഴ പെയ്യാനുള്ള ഒരു ആരംഭമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പെയ്തില്ല. അങ്ങനെ നിന്നു. അതുകൊണ്ട് ഇന്ന് നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ കറണ്ടും ഇല്ല. അകത്തിരിക്കാനും പറ്റുന്നില്ല. നല്ല ചൂടുമുണ്ട്. അപ്പോൾ ഈ അടുക്കളയിൽ നിന്നിട്ടാണെങ്കിൽ നല്ല ചൂടടിക്കുന്നുണ്ട്. അങ്ങനെ കറിയൊക്കെ റെഡിയായതിന് ശേഷം ഞാനും മോളും ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പുറത്ത് സിറ്റ് ഔട്ടിൽ പോയിരുന്നു കേട്ടോ. അകത്തിരിക്കാൻ നല്ല ചൂടുണ്ടായിരുന്നു. കറണ്ട് വരാത്തത് കാരണം ഒരു രക്ഷയില്ല അകത്തിരിക്കാനായിട്ട്. അങ്ങനെ മോള് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് മോൾക്കൊരു വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മോനിന്ന് എറണാകുളത്താണ്. വൈകിട്ടേ വരുവുള്ളൂ. അപ്പോൾ ഓർഡർ ചെയ്ത വാച്ച് ഇന്ന് വരും. പിന്നെ ഒരു ഹെഡ്സെറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വരുമെന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നത് വാങ്ങിച്ചിട്ട് നോക്കി. അങ്ങനെ ഞങ്ങളത് സിറ്റൗട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് അതൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഹെഡ്സെറ്റ്, ഇത് ഹെഡ്സെറ്റാണ്. അതാണ് വാച്ച്. അപ്പോൾ വാച്ച് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നേരത്തെ വാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ലെതറിൻ്റെ വാച്ചായിരുന്നു. ആദ്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന ലെതറിൻ്റെ വാച്ചായിരുന്നു. അതിനുശേഷം പിന്നെ ചെയിനിൻ്റെ തന്നെ വേറൊരു മോഡലാണ് അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതും ഈ കഴിഞ്ഞ ദിവസം അതെന്തോ ഒരു കംപ്ലൈൻറ്റ് വന്ന് അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആമസോണിൽ നിന്ന് മോനത് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ഇതും ചെയിനിൻ്റെ വാച്ച് തന്നെയാണ് കേട്ടോ. ഒരുപാട് വിലയൊന്നുമില്ല. വെറും 300 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല വാച്ചാണ്. അത്യാവശ്യം 300 രൂപയാണെങ്കിലും സൂപ്പർ വാച്ചാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വാച്ച്. പിന്നെ അതിൻ്റെ ചെയിൻ ഇച്ചിരി ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ണി ഒന്ന് അളവിനനുസരിച്ച് കണ്ണി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാച്ചാണ് കേട്ടോ. നമുക്കത് എത്രയാണോ നമുക്ക് അളവ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോളുടെ കയ്യെ കെട്ടിക്കൊടുത്ത് ഞാൻ. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു ഹെഡ്സെറ്റും കൂടെ ഓർഡർ ചെയ്തതും കൂടെ ഓപ്പൺ ആക്കാം. നമ്മൾ സാധാ ഹെഡ്സെറ്റ് തന്നെയാണ്. ഹെഡ്സെറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ ന്യൂസിലുണ്ടായിരുന്നില്ലേ, ആൽക്കയെക്കുറിച്ച് ഹെഡ്സെറ്റിൻ്റെ ഉപയോഗം കൂടി വന്നിട്ട് കേൾവിശക്തി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മോനത് കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങൾ സംസാരിച്ചൊരു വിഷയം തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു അധികമൊന്നും ഹെഡ്സെറ്റ് ഉപയോഗിക്കേണ്ട, അതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നൊക്കെ. പക്ഷെ മോൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് മോന് ഹെഡ്സെറ്റ് ഉപയോഗിച്ചാലേ പറ്റത്തുള്ളൂ. മീറ്റിങ്ങൊക്കെ വരുമ്പോഴത്തേക്ക് ഹെഡ്സെറ്റ് അത്യാവശ്യമാണ്. പിന്നെ അധികമായിട്ട് നമ്മളത് ഉപയോഗിക്കാതെ നോക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അപ്പം ഞാൻ ട്രൈപോഡിൽ വെക്കാൻ പോയിട്ട് മോള് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. എന്നെ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെയിലൊക്കെ ഒന്ന് മങ്ങിയിട്ട് മഴക്കാറ് കയറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ചെന്ന് തുണികളൊക്കെ എടുക്കണം. ഇനിയിപ്പം വേറെ വീഡിയോ എടുക്കാൻ സമയവും ഇല്ല. അപ്പോൾ മഴക്കാറൊക്കെ ഒന്ന് കാണിച്ചു തരാം. പടിഞ്ഞാറ് ഭാഗത്ത് നല്ല മഴക്കോള് കാണുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മേലൊക്കെ കഴുകണം, തൂത്ത് തളിച്ച് വിളക്കൊക്കെ വയ്ക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ.